ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം നിസ്സഹായൻ എന്നു കരുതി നശിപ്പിക്കരുത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 22-ാം അധ്യായം 22-ാം തിരുലിഖിതം. നിസ്സഹായൻ എന്ന് കരുതി ദരിദ്രന്റെ മുതൽ അപഹരിക്കുകയോ നിന്റെ പടിവാതിൽക്കൽ വെച്ച് കഷ്ടപ്പെടുന്നവനെ മർദ്ദിക്കുകയോ ചെയ്യരുത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം കേൾക്കാൻ ഈ മണിക്കൂറിൽ ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ദൈവമക്കളെ ഇതാ ദൈവം തന്റെ ആത്മാവിനെ അയച്ച് ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മ അഭിഷേകം ഉണ്ടാകുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ബാധകളും ഭൂതങ്ങളും കൂട്ടത്തോടെ അലറിക്കൊണ്ട് ഓടിമറയുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ രോഗങ്ങൾ മാറുന്നു, തിന്മകൾ അകലുന്നു, തകർച്ചകൾ വിട്ടുപോകുന്നു, വിടുതൽ ലഭിക്കുന്നു. അതിരമ്പുഴ കൺവെൻഷനിൽ പങ്കെടുത്തപ്പോൾ ഒരമ്മച്ചിയുടെ അനുഭവം പറഞ്ഞു നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നു. അമ്മച്ചി കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. കാഞ്ഞിരപ്പള്ളി എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്. എൻ്റെ കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ എൻ്റെ വയറ്റിൽ വലിയൊരു അസ്വസ്ഥതയുണ്ടായി. വയറ്റിൽ നിന്ന് പോകുമ്പോൾ 3-4 പ്രാവശ്യം ഒരു ദിവസം മലത്തിൻ്റെ കൂടെ ധാരാളമായിട്ട് ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. രക്തം പ്രവഹിക്കുന്ന ഒരു രക്തസ്രാവം. ഞാൻ സർജനെ കണ്ടു. രോഗം അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ആ സമയത്താണ് കാഞ്ഞിരപ്പള്ളിയിൽ അഭിഷേകാഗ്നി കൺവെൻഷൻ. കാഞ്ഞിരപ്പള്ളിയിൽ ഏതാണ്ട് 10 വലിയ പന്തല് നിറച്ചും ആള് പങ്കെടുത്ത് വലിയൊരു അഭിഷേകാഗ്നി കൺവെൻഷൻ നറയ്ക്കൽ പിതാവിന്റെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പള്ളി സെൻട്രൽ നടത്തി. എന്നിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഭർത്താവ് 5 ദിവസവും പോയിക്കൊണ്ടിരുന്നു. അവസാന രോഗ ശുശ്രൂഷ ദിവസം എന്നെയും കൊണ്ടുപോയി. അവിടെ നിന്ന് രോഗ ശുശ്രൂഷയുടെ സമയത്ത് അച്ഛൻ ആദ്യമായി പറഞ്ഞത്, ഈ പന്തലിലിരിക്കുന്ന മലത്തിൽ കൂടി ബ്ലഡ് പോകുന്ന ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന 2 വ്യക്തികളുടെ രോഗം കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആ സമയം എൻ്റെ ദേഹത്തൂടെ ഒരു കുളിര് പായുന്നതായിട്ട് എനിക്ക് തോന്നി. ദൈവമേ, അതിലൊരാൾ ഞാനായിരിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ദൈവാനുഗ്രഹത്താൽ അതിൽ പിന്നെ എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതോടുകൂടി ആ രോഗം ശരീരത്തിൽ വിട്ടൊഴിഞ്ഞു പോയി. കുറച്ചും ശക്തിയുടെ കൈയടിച്ച് 8 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും എൻഡോസ്കോപ്പിക്ക് പോയി. 8 ദിവസം കഴിഞ്ഞ് പോയി. എന്നിട്ടോ ഡോക്ടർ കാര്യമായ യാതൊരു കുഴപ്പങ്ങളും ഇല്ല എന്ന് പറഞ്ഞു. ഡോക്ടർ ഫുൾ ചെക്കപ്പ് നടത്തിയിട്ട് പറഞ്ഞു ഇപ്പോൾ ഒരു കുഴപ്പവും കാണാനില്ല. അതിൽ പിന്നെ ഞാൻ ഒരു മരുന്ന് പോലും കഴിച്ചിട്ടില്ല. പിന്നെ ഒരു മരുന്നും എടുക്കേണ്ടി വന്നില്ല. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ആ ആരാധന ഒരു ദിവസമാണ് വരാൻ ചേച്ചീനെ ചേട്ടൻ കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്ന് ഒരൊറ്റ ദിവസത്തിൽ തന്നെ കർത്താവ് അങ്ങോട്ട് സുഖപ്പെടുത്തി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങളും നന്നായിട്ട് ഉയർത്തി വിശ്വാസത്തോടെ നിങ്ങൾ ഇപ്പോൾ ദൈവത്തെ ആരാധിച്ചാൽ ഇതേപോലെ അഭിഷേകം പ്രകടമായി നമ്മുടെ ശരീരത്തിലേക്ക് കർത്താവ് വാർഷിക്കും. കൈകൾ ഉയർത്തി കൈയടിച്ച് പാടി പാടി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കർത്താവിൻ്റെ ഉന്നതമായ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ സമയം രോഗങ്ങൾ സുഖപ്പെടും. ഈ സമയം കുടുംബങ്ങളിൽ നിന്ന് കാലങ്ങളിൽ അന്ധകാരങ്ങൾ മാറും. വലിയ വിടുതൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വർഷിക്കപ്പെടും. എല്ലാവരും അച്ഛൻ പറയുന്നത് പോലെ ഉറക്കെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ,
രാജാതി രാജാവേ, രാജാതി രാജാവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. യേശുവേ, യേശുവേ, അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ നാമത്തിൽ സാത്താൻ ഇടിമിന്നൽ പോലെ നിബന്ധിക്കട്ടെ. സാത്താൻ ഇടിമിന്നൽ പോലെ നിബന്ധിക്കട്ടെ. രോഗങ്ങളും വ്യാധികളും വിട്ടൊഴിയട്ടെ. രോഗങ്ങളും വ്യാധികളും വിട്ടൊഴിയട്ടെ. തകർച്ചകളും കടബാധകളും നീങ്ങിപ്പോകട്ടെ. തകർച്ചകളും കടബാധകളും നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അത്ഭുത ശക്തിയെ ഈ സമൂഹത്തിലേക്ക് നിറയണമേ, ഈ കുടുംബങ്ങളിലേക്ക് നിറയണമേ, ഈ ജീവിതങ്ങളിലേക്ക് നിറയണമേ. ആരാധന, 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 ആരാധന. യേശുവിന്റെ നാമത്തിന്റെ അത്ഭുത ശക്തിയാൽ തിന്മകളും ആധിപത്യങ്ങളും ഛിന്നഭിന്നമാകട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. കാലങ്ങളായുള്ള ഭയങ്ങൾ, കുറ്റബോധം, നിരാശ, ആത്മഹത്യ, മടുപ്പ്, മന്ദത, മരവിപ്പ് യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, 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 യേശുവേ. ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കസേരകളിലേക്ക് നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് നിസ്സഹായൻ എന്ന് കരുതി നാം മറ്റുള്ളവരെ നശിപ്പിക്കരുത്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 22-ാം അധ്യായം 22-ഉം 23-ഉം തിരുലിഖിതങ്ങൾ, നിസ്സഹായനെന്ന് കരുതി ദരിദ്രന്റെ മുതൽ അപഹരിക്കുകയോ നിന്റെ പടിവാതിൽക്കൽ വെച്ച് കഷ്ടപ്പെടുന്നവരെ മർദ്ദിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ കർത്താവ് അവരുടെ പക്ഷത്ത് നിൽക്കുകയും അവരുടെ മുതൽ കൈക്കലാക്കുന്നവരുടെ ജീവൻ അപഹരിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കുക. നമ്മുടെ അടുത്തൊരു കുടുംബം ഉണ്ടെന്നിരിക്കട്ടെ. ആ കുടുംബം കടബാധ്യത കൊണ്ട് മൂടപ്പെട്ട് നിൽക്കാനിരിക്കാൻ നിവൃത്തിയില്ലാത്ത വിധം അങ്ങോട്ട് തകർന്ന് നിസ്സഹായ അവസ്ഥയിലേക്ക് എത്തി. ഈ സമയത്ത് അവരുടെ ഒരു കെട്ടിടമോ ഒരു ഭൂമിയോ വിൽക്കാനുണ്ടെന്നിരിക്കട്ടെ. അത് വാങ്ങാൻ വേണ്ടി ചെല്ലുമ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ, സ്നേഹമുള്ളൊരു വ്യക്തിയെ ദൈവത്തിൻ്റെ ഒരു പൈതൽ എന്ന നിലയിൽ എന്ത് നിലപാടാണ് നാം സ്വീകരിക്കേണ്ടത്? പരമാവധി വില താഴ്ത്തി അവർ നിസ്സഹായരായതുകൊണ്ട് അവർക്ക് ന്യായമായൊരു വിലയ്ക്ക് വേണ്ടി പേശാൻ ഉള്ള ഒരു അന്തരീക്ഷം ഇല്ലാത്ത സ്ഥിതിക്ക് ഇപ്പം എത്ര വില താഴ്ത്തിയാലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അങ്ങനെ പരമാവധി ചവിട്ടിപ്പിടിച്ച് പരമാവധി കുറഞ്ഞ വിലയ്ക്ക് ആ ഭൂമി നാം അന്യായമായ ലാഭമോഹത്തോടെ അങ്ങോട്ട് വില കുറച്ച് വാങ്ങുമ്പോൾ ദൈവസന്നിധിയിൽ ഈ കാര്യം കർത്താവ് കാണുന്നില്ലേ? അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ 2-3 കുട്ടികളുടെ കല്യാണം നടത്താനുണ്ട്, പ്രായമേറെയായി, ആ കുഞ്ഞുങ്ങളുടെ കല്യാണം നടത്തണം. അങ്ങനെ കുട്ടികളുടെ കല്യാണം നടത്താൻ വേണ്ടി നിവൃത്തിയില്ലാതെ സ്ഥലം വെക്കാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യം വിൽക്കാൻ തുടങ്ങുമ്പോൾ, എന്തെങ്കിലും ഒരു ഇടപാടിന് തുനിയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരൻ, ഇപ്പോൾ പിടിച്ചാൽ കിട്ടുമെന്നൊരു ധാരണയിൽ നിസ്സഹായനെന്ന് കരുതി ഞെരുക്കി ഞെരുക്കി അവരുടെ വസ്തുവകൾ പിടുങ്ങിയെടുത്താൽ, അത് സ്വർണമാകട്ടെ, പണയവസ്തുക്കളാകട്ടെ, ഭൂമിയാകട്ടെ, കെട്ടിടങ്ങളാകട്ടെ, ഞെരുക്കി ഞെരുക്കി നിസ്സഹായ അവസ്ഥയിലിരിക്കുന്ന കുടുംബങ്ങളെ ഞെരുക്കി ആ വസ്തുവകൾ അങ്ങോട്ട് പിടുങ്ങിയെടുത്താൽ, ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, കർത്താവ് അവരുടെ കൂടെ നിൽക്കുകയും നിങ്ങളുടെ ജീവൻ തന്നെ കവർന്നെടുക്കുകയും ചെയ്യും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ കുടുംബത്തിലെ സ്ഥിതി എന്താ? നമ്മുടെ സമൂഹത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. സമൂഹത്തിലെ നടപ്പെന്താ? ഒരു വ്യക്തി ചില പ്രത്യേക സാഹചര്യത്തിൽ അകപ്പെടുമ്പോൾ ഇപ്പോൾ ആ വ്യക്തിയെ ആക്രമിച്ചാൽ ആ വ്യക്തിയുടെ സൽപ്പേര് നശിപ്പിക്കാം, ആ വ്യക്തിയുടെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കാം, ആ വ്യക്തിയുടെ സകല സൽപ്പേര് തേജോവധം ചെയ്യാം, കീല് വാരി തേക്കാം, കരി വാരി എറിയാം. ഇപ്പൊ ആ വ്യക്തി തിരിച്ച് പ്രതികരിക്കില്ല, അങ്ങനത്തെ ഒരു ഊരാക്കുടുക്കിൽ പെട്ടിരിക്കുകയാണ് എന്നൊരു സാഹചര്യം കണ്ട് എല്ലാ തരത്തിലും ആ വ്യക്തിയെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ജീവിക്കുന്ന ഒരു കർത്താവുണ്ട് എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, ഒരു രാഷ്ട്രീയ നേതാവാകട്ടെ, ഒരു പ്രസ്ഥാനത്തിന്റെ തലവനാകട്ടെ, ഒരു സഭയുടെ നേതാവാകട്ടെ, ഒരു കുടുംബത്തിന്റെ തലവനാകട്ടെ, അല്ലെങ്കിൽ ആരുമാകട്ടെ, ഒരു വ്യക്തിയെ നശിപ്പിക്കുമ്പോൾ ഓർക്കണം, ആ വ്യക്തിക്ക് പ്രതികരിക്കാൻ പറ്റാത്ത, ആ വ്യക്തിക്ക് തിരിച്ച് നിങ്ങൾ ഉപദ്രവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണെന്ന് കണ്ട് നിങ്ങൾ മേല് കീഴ് മറന്ന് ആക്രമിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നിങ്ങൾക്കെതിരെ ഇതിനേക്കാൾ വലിയ ഒരു ആക്രമണം ഇത് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. Praise the Lord. Praise the Lord. Hallelujah. 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 ബൈബിളിൽ അതിന് ഉദാഹരണങ്ങളുണ്ട്. ബൈബിളിൽ എസെക്കിയേൽ പ്രവചനത്തിൽ കർത്താവ് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എസെക്കിയേൽ പ്രവചനത്തിൽ 34 അധ്യായത്തിൽ 17 മുതൽ 21 വരെ തിരുലിഖിതങ്ങൾ. ദൈവമായ കർത്താവ് ഇറങ്ങി വന്ന് തന്റെ ഹൃദയത്തിന്റെ വേദന ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ അജഗണമേ, ഞാൻ ആടിനും മധ്യയും മുട്ടാടിനും കോലാടിനും മധ്യയും വിധി നടപ്പാക്കും. നല്ല മേച്ചിൽ സ്ഥലത്ത് നിങ്ങൾക്ക് മേഞ്ഞാൽ പോരെ? മിച്ചമുള്ള പുൽത്തകടി ചവിട്ടി തേച്ച് കളയണമോ? ശുദ്ധജലം കുടിച്ചാൽ പോരെ? ശേഷമുള്ള ജലമെല്ലാം ചവിട്ടി കലക്കണമോ? എന്റെ ആടുകൾ നിങ്ങൾ ചവിട്ടി തേച്ചവ തിന്നുകയും ചവിട്ടി കലക്കിയത് കുടിക്കുകയും ചെയ്യണമോ? ദൈവമായ കർത്താവ് അവരോട് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ തന്നെ കൊഴുത്ത ആടുകൾക്കും മെലിഞ്ഞ ആടുകൾക്കും മധ്യേ വിധി പ്രസ്താവിക്കും. അന്യദേശങ്ങളിലേക്ക് ചിതറിക്കുവോളം ദുർബലമായവയെ നിങ്ങൾ പാർശ്വം കൊണ്ടും ചുമലുകൊണ്ട് തള്ളുകയും കൊമ്പ് കൊണ്ട് കുത്തുകയും ചെയ്യുന്നു. എന്താ ഇന്നത്തെ സ്ഥിതി? രാഷ്ട്രീയ രംഗമെടുക്കുക, സഭാരംഗമെടുക്കുക, ഇടവക എടുക്കുക, ഓരോ മണ്ഡലങ്ങൾ എടുക്കുക, പാർശ്വം കൊണ്ട് ചുമൽ കൊണ്ട് തള്ളുകയും കൊമ്പ് കൊണ്ട് കുത്തുകയും ചെയ്യുക. കൊഴുത്ത ആടുകൾക്ക് മാത്രം ജീവിച്ചാൽ മതിയോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വലിച്ചു പറിച്ചെടുക്കുന്ന ദിവസങ്ങൾ വരും. സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇതുപോലൊരു രംഗം വിവരിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ കോമളനായ ഒരു ബാലൻ, ഒരു യുവാവ് ദാവീദ്, അദ്ദേഹം ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിച്ചു. അദ്ദേഹം ദൈവത്തിന് മുട്ടുമടക്കി. അദ്ദേഹം ദൈവത്തെ ആരാധിച്ചു. അദ്ദേഹം ദൈവത്തിന്റെ കൈകൾ ഉയർത്തി. അദ്ദേഹം നേരെ വാ നേരെ പോ എന്ന വഴിയെ ജീവിച്ച് ദൈവസന്നിധിയിൽ സ്വീകാര്യനായി. ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ച് ഉയർത്തി. എന്നാൽ സാവൂൾ രാജാവിന് ഇത് വലിയ ഒരു പ്രശ്നമായി. വചനം പഠിപ്പിക്കുകയാണ്, ദാവീദ് സാവൂൾ രാജാവിന്റെ നിത്യശത്രുവായി മാറി. ഇന്ന് പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഇന്ന് ഓരോ മേഖലകളിൽ ഓർക്കണം, ചില ആളുകൾ ഉയർന്നു വരുന്നത് കാണുമ്പോൾ അവരെ ഒരു നിത്യശത്രുവിനെ കരുതി അവരെ അങ്ങോട്ട് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി എന്തും ചെയ്യാമെന്നാണ് വിചാരം. സാവൂള് ദാവീദിനെ നിത്യശത്രുവായി കണക്കാക്കി. എന്താ ഇവൻ ചെയ്ത് തെറ്റ്? മാക്സിമം കഴിവുള്ളിടത്തോളം സാവൂളിനെ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് അവന് വേണ്ടി ഇടപെട്ടിട്ടുണ്ട്. അവനെ സഹായിക്കുക മാത്രമേ ദാവീദ് ചെയ്തിട്ടുള്ളൂ. അതിന് പ്രതിഫലം സാവൂൾ എന്താ കൊടുത്തത്? അതാണ് സാമുവേലിന്റെ 1-ാം പുസ്തകത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ തിരുലിഖിതത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. ദാവീദിനെ ചുമരോട് ചേർത്ത് തറയ്ക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് സാവൂൾ കുന്തമെറിഞ്ഞു. തന്റെ കുന്തമെറിഞ്ഞ് അവനെ ചുമരോട് ചേർത്ത് തറച്ച് കൊല്ലാൻ സാവൂൾ ഉദ്യമിച്ചു. വചനം പറയാണ്, ദാവീദ് 2 പ്രാവശ്യം ഒഴിഞ്ഞു മാറി. ദൈവം അവനെ സഹായിച്ച്, അതുകൊണ്ട് അവന് ജീവൻ നിലനിന്നു. വീണ്ടും 19-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യം, ദാവീദിനെ കൊന്നു കളയണമെന്ന് സാവൂൾ ജോനാഥനോടും ഭൃത്യന്മാരോടും കൽപ്പിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദിനെ കൊന്നു കളയണമെന്ന് സാവൂൾ ജോനാഥനോട് അപ്പോൾ സാവൂളിന്റെ ഉള്ളിൽ ദാവീദിനോടിരിക്കുന്ന ബന്ധം എന്താ? എങ്ങനെയെങ്കിലും ദാവീദിനെ വകവരുത്തണം, അവനെ കൊന്നു കളയണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായി? ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്,
നിസ്സഹായനെന്ന് കരുതി ദരിദ്രന് മുതൽ അപഹരിക്കുകയോ അവനെ മർദ്ദിക്കുകയോ നിന്റെ പടിവാതിൽ കിട്ട് അവനെ മർദ്ദിക്കുകയോ ചെയ്താൽ കർത്താവ് അവരുടെ പക്ഷം നിൽക്കുകയും നിന്റെ ജീവൻ അപഹരിക്കുകയും ചെയ്യും. കാര്യങ്ങൾ മാറിമറിഞ്ഞു, സംഗതികൾക്ക് വ്യത്യാസമുണ്ടായി. ഇപ്പോൾ സാവൂളിന്റെ സ്ഥിതി എന്താണ്? സാവൂളിന്റെ സ്ഥിതി, അവൻ വലിയ ദുഃഖത്തിലായി. അവൻ ശത്രുവിനോടത്തിൽ അവൻ പരാജയപ്പെട്ടു. ഇതാ സാവൂളിന്റെ അന്ത്യത്തിൽ നമ്മൾ കാണുന്നത് അവനൊരു കുന്തമൂന്നി നിൽക്കുകയാണ്. അവന് മുമ്പോട്ടും പുറകോട്ടും പോകാൻ പറ്റുന്നില്ല, അവന് വിജയമില്ല, അവന് സ്വസ്ഥതയില്ല, അവന് സമാധാനമില്ല. അവൻ ചിന്തിക്കുകയാണ്, ഞാനിങ്ങനെ പോയാൽ ഇനി എന്ത് ചെയ്യും? ഉടനെ അവൻ ഒരാളോട് കൊല്ലാൻ പറഞ്ഞു. എന്നാൽ അവർ കൊല്ലാൻ കൂട്ടാക്കിയില്ല, വിസമ്മതിച്ചു. അപ്പോൾ അവൻ തന്നെ അവന്റെ വാള് കുത്തി നിർത്തി ആ വാളിലേക്ക് കമഴ്ന്ന് വീണ് അവിടെ കടന്ന് വട്ടം കറങ്ങി അവന്റെ കൊടലും കൊടൽമാലയും ചോരയെല്ലാം പുറത്തു ചാടി ഒരു കുളം പോലെ അവിടെ കടന്ന് അവൻ ജീവൻ പോകാതെ നീറി നിലവിളിക്കുകയാണ്. ഇതാ ഞാൻ വേദന കൊണ്ട് നീറുന്നു, എന്റെ പ്രാണനോ പോകുന്നുമില്ലല്ലോ. 2 സാമുവേൽ 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ സൗൽ രാജാവിന്റെ അവസാനത്തെ സ്ഥിതിയാണ് നമ്മൾ ഈ കാണുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവന്റെ ദാരുണമായ അന്ത്യം. ദൈവം ഉയർത്തിയവനാണ്, ദൈവം അനുഗ്രഹിച്ച് എല്ലാം ദൈവം നൽകിയവനാണ്. എന്നാൽ ദരിദ്രന്റെ മുതൽ അപഹരിക്കാൻ, തൻ്റെ പടിവാതിൽ കഷ്ടപ്പെടുന്നവന്റെ മർദ്ദിക്കാൻ വേണ്ടി തുനിഞ്ഞവൻ, നിസ്സഹായനെന്ന് കരുതി അവനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചവൻ, അവൻ ഒരിക്കൽ കെണിയിൽ അവൻ തന്നെ കുടുങ്ങി. എസ്തേറിന്റെ പുസ്തകത്തിൽ മറ്റൊരു രംഗം കാണുന്നുണ്ട്. ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 127 പ്രവിശ്യകളുടെ രാജാവായ അഹസ്വേരോസ് രാജാവ്, ആ രാജാവിന്റെ കൊട്ടാരത്തിലെ 2ാം സ്ഥാനക്കാരനാണ് ഹാമാൻ. അവനങ്ങനെ ഭരിച്ചു വരികയാണ്. അപ്പോഴാണ് ഹാമാൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് മർദ്ദക്കായി എന്ന് പറഞ്ഞൊരു നിസ്സഹായന ഒരു വ്യക്തിയോട് കഠിനമായ കോപം. എന്താ കാരണം? 3-ാം അധ്യായം 5-6 തിരുലിഖിതങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. മർദ്ദക്കായി തന്നെ കുമ്പിട്ട് വണങ്ങുന്നില്ലെന്ന് അറിഞ്ഞപ്പോൾ ഹാമാൻ ക്രുദ്ധനായി. മർദ്ദക്കായുടെ മേൽ മാത്രം കൈവച്ചാൽ പോരെന്ന് അവന് തോന്നി. മർദ്ദക്കായുടെ വംശമെന്ന് അവൻ അറിഞ്ഞിരുന്ന യഹൂദരെ മുഴുവൻ അഹസ്വേരോസ് രാജ്യത്ത് നിന്ന് നിർമൂലനം ചെയ്യണമെന്ന് ഹാമാൻ ആഗ്രഹിച്ചു. ചില പാർട്ടി നേതാക്കന്മാര്, ചില പാർട്ടികൾ, സംഘടനകൾ തലപ്പത്തിരിക്കുന്നവര്, ചില അവസ്ഥയിൽ ദൈവം ആക്കി വച്ചിരിക്കുന്നവര്, അവർ ചിന്തിക്കുകയാണ് ഇവരെ നിർമൂലനം, ചില ആളുകളെ കോർണർ ചെയ്ത് നശിപ്പിക്കണമെന്ന് ചിന്തിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ദൈവാക്കി വെച്ചിരുന്ന വ്യക്തിയാണ് ഹാമാൻ. വലിയ സ്ഥാനത്താണ്, രാജാവ് കഴിഞ്ഞ 2ാം സ്ഥാനം. ഇതാ രാജ്യത്ത് ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുക, അവന്റെ വംശത്തെ ഇല്ലായ്മ ചെയ്യുക, അവന്റെ കുലത്തെ, അവന്റെ ഗോത്രത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ രാജാവിൽ നിന്ന് കത്ത് വാങ്ങി എല്ലാ പ്രവിശ്യകളിലും വിളംബരം ചെയ്തു. അതാണ് 3-ാം അധ്യായം 13-ാം തിരുലിഖിതം. സകല യഹൂദരെയും, യുവാക്കന്മാരെയും, വൃദ്ധരെയും, സ്ത്രീകളെയും, കുട്ടികളെയും 12-ാം മാസമായ ആദാർ മാസം 13-ാം തീയതി ഒറ്റ ദിവസം കൊണ്ട് നശിപ്പിക്കുന്നതിനും കൊല്ലുന്നതിനും വംശനാശം വരുത്തുന്നതിനും അവരുടെ വസ്തുവകകൾ കൊള്ളയടിക്കുന്നതിനും രാജാവിൻ്റെ സകല പ്രവിശ്യകളിലേക്കും ദൂതന്മാർ വഴി കത്തുകൾ അയച്ചു. നോക്ക് ഒരു വംശത്തിന്റെ സ്ഥിതി, നോക്ക് ഒരാളുടെ വൈരാഗ്യം, ഒരാളുടെ ഉള്ളിൽ കിടന്ന കലിപ്പ്, അതെങ്ങനെ രൂപാന്തരപ്പെട്ട് വന്നു? പ്രിയ ദൈവമായത്, നീ ഇന്നൊരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയായിരിക്കാം, നേതാവോ ഭരണകർത്താവോ ഉദ്യോഗസ്ഥനോ ആയിരിക്കാം. നിന്റെ ഉള്ളിൽ കലിപ്പ് കടന്നാൽ നിനക്ക് അധികാര സീമയിലുള്ള പലരോട് പലതും ചെയ്യാൻ നിനക്ക് കഴിയുമായിരിക്കാം. പക്ഷേ നീ ഒരു കാര്യം ഓർക്കണം, നീ ഇന്ന് ആരെ നിന്റെ പടിവാതിൽക്കിട്ട് വിഷമിപ്പിക്കുന്നുവോ അവരുടെ കണ്ണുനീർ ദൈവസേന ചെന്ന് ജീവിക്കുന്ന ദൈവം അവർക്ക് അനുകൂലമായി നിന്ന് നിന്റെ ജീവൻ അപഹരിക്കും. ഈ മർദ്ദക്കായുടെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടായി. മർദ്ദക്കായി നിസ്സഹായൻ, അവൻ ദൈവസന്നിധിയിലേക്ക് കരഞ്ഞു പ്രാർത്ഥിച്ചു, ദൈവം ഇടപെട്ടു. എന്തായി ഹാമാന്റെ സ്ഥിതി? ഇതാ ഹാമാൻ വലിയ രാജകോപത്തിനിരയായി, രാജാവ് ക്രുദ്ധനായി, അവനെ അറസ്റ്റ് ചെയ്യാൻ ഓർഡർ ഇട്ടു. അവനെ അങ്ങനെ രാജകിങ്കരന്മാർ അറസ്റ്റ് ചെയ്തു. അവൻ എന്ത് ചെയ്യണമെന്ന് രാജാവ് ചിന്തിക്കുമ്പോൾ രാജകിങ്കരന്മാർ അറിയിക്കുകയാണ്. 7-ാം അധ്യായം 9-ാം വാക്യം. രാജാവിനെ രക്ഷിച്ച മർദ്ദക്കായിക്ക് വേണ്ടി ഹാമാൻ തയ്യാറാക്കിയ 50 മുഴ ഉയരമുള്ള കഴുമരം ഇതാ അവന്റെ വീട്ടിൽ നിൽക്കുന്നു. ഉടനെ രാജാവ് കൽപ്പിച്ചു, അവനെ അതിൽ തൂക്കുക. അങ്ങനെ മർദ്ദക്കായിക്ക് വേണ്ടി ഹാമാൻ തയ്യാറാക്കിയ കഴുമരത്തിൽ അവനെ അവർ തൂക്കി. രാജാവിന്റെ കോപം ശമിച്ചു. 7-ാം അധ്യായം 9-ഉം 10-ഉം തിരുലിഖിതങ്ങളിലാണ് നാം ഇത് കാണുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം സുഭാഷിതങ്ങളുടെ പുസ്തകം 22-ാം അധ്യായം 22-ാം വാക്യം പഠിപ്പിക്കുകയാണ്.
നിസ്സഹായനെന്ന് കരുതി ദരിദ്രന്റെ മുതൽ അപഹരിക്കുകയോ നിന്റെ പടിവാതിൽക്കൽ കടന്ന് കഷ്ടപ്പെടുന്നവനെ മർദ്ദിക്കുകയോ ചെയ്യരുത്. കർത്താവ് അവരുടെ പക്ഷത്ത് നിൽക്കുകയും നിന്റെ ജീവൻ അപഹരിക്കുകയും ചെയ്യും. ഈ നിമിഷങ്ങൾ എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തി നീതിബോധം നൽകണമേ കർത്താവേ, തിരിച്ചറിവ് നൽകണമേ കർത്താവേ, അവിവേകത്തിൽ രക്ഷിക്കണമേ കർത്താവേ. ഇരു കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. നീതിയുടെ ആത്മാവേ, കൃപയുടെ ആത്മാവേ, ജ്ഞാനത്തിന്റെ ആത്മാവേ, തിരിച്ചറിവിന്റെ ആത്മാവേ, ഈ സമൂഹത്തിലേക്ക് പറന്നുറങ്ങണമേ. ആരാധന 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 ആരാധന. അന്ധകാര പീഡകളെ ശാസിക്കുന്നു, ലാഭക്കൊതിയെ ശാസിക്കുന്നു, വിട്ടുപോവുക യേശുവേ. ഇന്ന് ഈ സമൂഹത്തിൽ വിടുതൽ നൽകണമേ. മനഃപൂർവ്വം മറ്റുള്ളവരെ നശിപ്പിക്കാൻ ഉദ്യമിക്കുന്ന ഓരോ തരം ചിന്താഗതികളെ ശാസിക്കുന്നു, വിട്ടുമാറി പോകട്ടെ. ആരാധന 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 യേശുവേ, ആരാധന 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 യേശുവേ 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 യേശുവേ. ആരാധന ആരാധന യേശുവേ, ആരാധന ആരാധന. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ബലിവേദിയിൽ ഈശോ അണയും നിമിഷമിതാ തിരുഭോജ്യമാം സക്രാരിയിൽ നാഥൻ അണയും സമയമിതാ മനസ്സിൻ്റെ നോവുകൾ കുരിശോടു ചേർക്കാൻ നാഥൻ അണയുന്നിതാ കരുണ തുളുമ്പുമീ അൾത്താര തന്നിലായി ഈശോ എഴുന്നള്ളുന്നു ഓ എൻ യേശുവേ ഓ എൻ ജീവനേ നീ എന്നിൽ നിറഞ്ഞാൽ ഞാൻ എത്ര ഭാഗ്യവാൻ ഓ എൻ യേശുവേ ഓ എൻ ജീവനേ നീ എന്നിൽ നിറഞ്ഞാൽ ഞാൻ എത്ര ഭാഗ്യവാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ ചാക്കുടുത്ത് ചാരം പൂശി പ്രാർത്ഥിച്ച നിനവേ നിവാസികളുടെ മേൽ ദൈവ കരുണ പ്രവഹിക്കുന്നത് ബൈബിളിൽ നാം കാണുന്നുണ്ട്. ഇന്നെല്ലാ ദൈവമക്കളും എഴുന്നേറ്റ് നിൽക്കുകയാണ്. നമ്മൾ നമ്മുടെ വംശവും വഴി, നമ്മുടെ കുടുംബാംഗങ്ങളും വഴി, നമ്മുടെ സമുദായവും വഴി, നമ്മുടെ പാർട്ടികളും വഴി വന്നിട്ടുള്ള സകല അതിക്രമങ്ങൾക്കും മാപ്പ് ചോദിക്കുകയാണ്. മറുപടിയായിട്ട് എല്ലാ ദൈവമക്കളും അവരവരായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഉറക്കെ പ്രാർത്ഥിക്കണം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഞാനും എന്റെ കുടുംബാംഗങ്ങൾ വഴി ഇന്ന് വരെ അരങ്ങേറിയിട്ടുള്ള എല്ലാ അകൃത്യങ്ങളെയും പ്രതി കർത്താവേ ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഇന്ന് വരെ സംഭവിച്ചുള്ള സകല രക്തച്ചൊരിച്ചിലിനെയും പ്രതി കർത്താവേ ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഞങ്ങളാൽ
കർത്താവായി ഈ ഭൂമിയിൽ സംഭവിച്ച എല്ലാ അനീതികളെയും പ്രതി കർത്താവേ ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. നിസ്സഹായനെന്ന് കരുതി പലരെയും നശിപ്പിച്ചതിനെ പ്രതി കർത്താവേ ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. പടിവാതിൽക്കൽ കഷ്ടപ്പെട്ടവരിൽ നിന്ന് അന്യായമായി ലാഭം നേടിയതിനെ ഓർത്ത് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഇപ്പോൾ ഈ കുടുംബങ്ങളിലേക്ക് ഇടപെടണമേ. ഈ കുടുംബാംഗങ്ങളെ അവിടുന്ന് സ്പർശിക്കണമേ. ഈ കുടുംബങ്ങളെ രക്ഷിക്കണമേ. ഇപ്പോൾ നിലവിളിച്ച് കരയുന്ന ഓരോ കുടുംബങ്ങളിലേക്കും അങ്ങയുടെ കരുണ ഒഴുക്കണമേ. രക്ഷ നൽകണമേ. അന്ധകാരങ്ങൾ തകരട്ടെ. എല്ലാ അകൃത്യങ്ങളുടെ കോട്ടകൾ ഛിന്ന ഭിന്നമാകട്ടെ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, യേശുവേ. ജീവനേ, നീ എന്നിൽ നിറഞ്ഞാൽ ഞാൻ എത്ര ഭാഗ്യവാൻ. ഓ എന്നേ